ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ മറ്റേ ബിഗ് ബോസിൻ്റെ ഒക്കെ തമ്മിൽ കണ്ടിട്ടല്ലേ ഉള്ളു വരുന്നത്. പക്ഷേ ശരിക്കും എന്താ കാര്യം ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ ആക്ച്വലി എന്താ സംഭവം, ഞാൻ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ഒരു ഏകദേശം കുറേ നാളായി, 2 മാസമായിട്ടുണ്ടാവും. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് എറോണയുടെ അന്നാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ മടിയാണ്, വേറെ കാര്യമൊന്നുമില്ല. ഫുൾ ടൈം ഉറക്കമായതുകൊണ്ട് പറ്റുന്നില്ല, അങ്ങോട്ട് എനർജി ഇല്ല പഴയ പോലെ. പിന്നെ ഇന്ന് ഞാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞു, 1 മാസം ലീവുണ്ട്. പക്ഷെ ഞാനൊരു 10 ദിവസം പോലും വീട്ടിലിരുന്നില്ല. വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. അതെന്താണെന്നറിയോ, എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് എവിടെയാണെന്ന് അറിയുമ്പോഴാണ് ശാശു അറിയാണ്ട് ഇടയ്ക്ക് തമിഴ് വരും കേട്ടോ, സോറി നിങ്ങളൊന്നും വിചാരിക്കുന്നത്. എൻ്റെ ഇൻറ്റേൺഷിപ്പ് എവിടെയാണെന്ന് വെച്ചാൽ അതും ബിഗ് ബോസും തമ്മിലാണ് റിലേഷൻ, വേറെ ഒന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെന്നൈ എയർപോർട്ടിലാണ്. അതായത് നമ്മളെവിടെ ആര് ബിഗ് ബോസിന് വിളിക്കല്ലേ. ചെന്നൈ എയർപോർട്ടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവും. ഞാൻ 12th മുതലാണ് ഇൻറ്റേൺഷിപ്പിന് പോകാൻ തുടങ്ങിയത്. അന്ന് പോയപ്പോൾ മറ്റേ മെയിൻ 6 ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഞാൻ വിചാരിച്ച എല്ലാവരെയും കാണാം, നമ്മളുടെ ഫിനാലെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്ത് വരുമ്പോൾ കാണാം, ലാലേട്ടനെ കാണാനൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എയർപോർട്ടിൽ പോയത്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ മെയിൻ സ്ഥലത്തല്ല, മെയിൻ എയർപോർട്ടില്ലേ അവിടെയല്ല എൻ്റെ ഇൻറ്റേൺഷിപ്പ് നടക്കുന്ന സ്ഥലം. ആക്ച്വലി ഇത് കുറച്ചുകൂടെ അപ്പുറത്ത് BCS എന്ന് പറയൂ. ഫുൾ ഫോം നിങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കണമെന്ന് വിചാരിച്ചാൽ മറന്നു. എന്തായാലും കുറച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ബ്യൂറോ ഓഫ് എന്തുവാണ് അറിയാവുന്നൊരു നാണം കെടുത്തത് കേട്ടോ. അതായത് ATCS എന്ന് പറയും, അതായത് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം. അവിടെയാണ് ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉള്ളത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ ഫ്ലൈറ്റ് പോകുമ്പോൾ ഒരു ഓഫീസിൽ നിന്ന് കുറേ പേര് ഇങ്ങനെ മൈക്ക് ചെക്കിങ് മറ്റേ റോജർ ദാറ്റൊക്കെ ഇല്ലേ, കേൾക്കുന്നുണ്ടോ ആ സംഭവം. അവിടെയാണ് ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ്. അതിൻ്റെ ഉള്ളിൽ എനിക്കറിയില്ല, ഞങ്ങളുടെ ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ ഫോണൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കണം, പുറത്താണെങ്കിലും കണ്ട് അവരെടുത്തുകൊണ്ട് പോകുന്നൊക്കെയാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ നോക്കാം. അവിടെ ഉള്ളിലൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടയ്ക്ക് വഴുതിപ്പോയി. അവിടെ കാണാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ കറക്റ്റായിട്ട് ഈ 4 ദിവസം ഫിനാലെ വീക്ക് ഇന്നലെയാണോ സൺഡേ ആയിരുന്നല്ലോ, കറക്റ്റായിട്ട് 4 ദിവസം ഞങ്ങൾക്ക് ലീവായിരുന്നു. അവിടെ ഓഡിറ്റ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലീവ് കാണാൻ പറ്റത്തില്ലേ. ഓൾറെഡി വേറൊരു സ്ഥലത്ത് അതിൻ്റെ അടുത്തൂടെ പോകുമ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ചാൽ ലീവ്, എന്താ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിനും ഇതിനും റിലേഷനുണ്ട്. എങ്ങനെയുണ്ട് നല്ല ആച്ചാണല്ലോ, അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, എൻ്റെ വീഡിയോസ് 4 പേര് കാണട്ടെ നിങ്ങളൊക്കെ പറഞ്ഞാലേ 4 ആൾക്കാർ കാണുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ദ്രോഹിക്കണം, നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്ന് ഒരു ഉദ്ദേശവും എനിക്കില്ല. സത്യസന്ധമായിട്ട് പറയാണ്. ചെന്നൈ എയർപോർട്ടിൽ നടക്കുന്ന ഇൻറ്റേൺഷിപ്പ് എങ്ങനെ ഉണ്ടാകും, അങ്ങനെയാണ്, അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വഴി കാണാം, ബൈ. ഗൈസ്, എന്നെ ഇവൻ കളിയാക്കുന്നു. ഞാനാണെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞേ, അപ്പോൾ അവൻ പറയാ പോർട്രേറ്റ് എന്തായിരുന്നടാ, ലാൻഡ്സ്കേപ്പ്. അത് തിരുപ്പിയും തിരിയില്ല, ഇപ്പതാ சொன்னே. ലാൻഡ്സ്കേപ്പ് എന്ന് സ്ഥലം തെരിയതാ. എന്താ വെച്ചാൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയാൻ അറിയാമോ, ഇങ്ങനെ പറഞ്ഞേ. ഒരു കൊച്ചു വെച്ച് അവിടെ നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാമേ, എന്താണെന്നറിയോ, ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ അവിടെ കുറച്ച് പിള്ളേരുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നത്, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അവർ നമ്മളെ കളിയാക്കുന്നു. എന്താ ഇഷ്യൂ ഇതിൻ്റെ ഇതിനുണ്ട് അതിൽ, എന്താ ഇഷ്യൂ ഇതിൻ്റെ വ്ളോഗ് എടുക്കുന്നില്ലേ അങ്ങനെ. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? നമ്മൾ ആരും ചോദിക്കത്തില്ലല്ലോ. ചുണ്ടായിരിക്കടാ, അതിൻ്റെ ഇടയ്ക്ക് മലയാളം പഠിച്ചെന്ന് കാണിക്കണ്ട മതിയടാ. നമ്മളങ്ങനെ മലയാളികൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടടാ, ഇത് മറ്റേ കുതിരക്കാരെ പോലെ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ പോലില്ലേ. ഇത് മറ്റേ മഞ്ഞയായിരുന്നെങ്കിൽ കറക്റ്റ് വെക്കാനും പറ്റത്തില്ല, കറക്റ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മൾ മലയാളികൾ അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ സമയമില്ല. വണ്ടി വരുന്നത് ഇപ്പോൾ ഇടിച്ചാവും, കുറച്ച് മാറിയിക്കട്ടെ. നാണം കെടുത്ത് സാരമില്ല, നമ്മൾ സേഫ്റ്റി ആണ്. ആ ചേട്ടൻ നോക്കി ചിരിക്കുന്നു. ഞാൻ പിന്നെ വന്നു. ഇതെന്താണെന്നറിയോ കാരണം, എനിക്ക് വേറെ ഹെൽമെറ്റ് ഇല്ല. ഞാൻ വണ്ടി ഒന്നും എടുക്കണ്ടല്ലോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഹെൽമെറ്റ് ഒക്കെ നാട്ടിലാ. ഇത് ഇപ്പോഴത്തേക്കിന് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി എൻ്റെ ഫ്രണ്ട് തന്ന ഹെൽമെറ്റാ. ഇപ്പൊ ഞാൻ എന്നെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ കളയും, എന്നിട്ട് വണ്ടി അവിടെ വെക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇവനുണ്ട് ഇൻറ്റേൺഷിപ്പിന്, ഞങ്ങൾ ഒരുമിച്ച് ഇൻറ്റേൺഷിപ്പിന് പോകുന്നത്. ഒരു 2 പേര് വേറെ ഉണ്ട് ഇവിടെ അടുത്ത്. അതിലൊരു മലയാളി ഉണ്ട് കേട്ടോ, ആസിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടാ. അവള് ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞ് അറിയില്ല, നമുക്ക് നോക്കാം. അവളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.
അങ്ങനെ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ വന്നു. ഇതാണ് ഇൻ്റർനാഷണലിൻ്റെ എൻട്രൻസ്. ഡൊമസ്റ്റിക് ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലാണ്. നമുക്ക് ഉള്ളിലൊന്നും കയറാൻ സമയമില്ലായിരുന്നു. നമുക്ക് താമസിച്ചതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് BCSലേക്ക് പോയി. ആക്ച്വലി നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് വന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുവാണ്. ഇതാ BCS ഞാൻ പറഞ്ഞില്ലേ, ഇതതിൻ്റെ റോഡ്. ഇതിൻ്റെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയാൽ അവിടെയാണ് ATC എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളങ്ങനെ BCSൻ്റെ ഫുൾ ഫോം കണ്ടില്ലേ, എന്താ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, അതാണ് BCS. നമ്മൾ ഉള്ളിൽ വന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആസിയ, പിന്നെ സൽമാൻ. ആസിയ മലയാളിയാണെന്ന് പറഞ്ഞില്ലേ, അവൾ വന്നില്ല. അവൾ ഇതിന് വീട്ടിൽ പോയേക്കുമായിരുന്നു. അവിടെ ഞാൻ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് സേർമാരെല്ലാം കണ്ട തെറി വിളിക്കുക, അതാണ്. കുറച്ച് പെട്ടെന്ന് പറയുമോ? അവൾ ഇന്ന് വന്നില്ല. അവൾ ഇതിന് നാട്ടിൽ പോയിട്ട് തിരിച്ചൊന്ന് ലേറ്റ് ആയി. രാവിലെ വന്നതേ ഉള്ളൂ. അവൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. എൻ്റെ കണ്ടന്റ് ഇസ് സ്ലീപ്പിംഗ് ടുഡേ, മനസ്സിലായില്ലേ? അയ്യേ, ഒരു വൃത്തികെട്ട ഇംഗ്ലീഷ്. അത് നമുക്ക് ഉള്ളിൽ പോവാം. ഓക്കെ ഓക്കെ. ഇതാണ് ഗൈസ് ഞങ്ങൾ പോകുന്ന ഇന്റേൺഷിപ്പ് സ്ഥലം, BCAS ബ്ലോക്ക്. ഇതിനെ RTC കോംപ്ലക്സ് அப்படின்னு சொல்லுவாங்க. சாரி, ഇടയ്ക്കിടയ്ക്ക് തമിഴ് വരും. കാണിക്കാവേ. പറ റിച്ചൻ, ഇംഗ്ലീഷിൽ പറ. തമിഴ് മലയാളത്തിൽ പറ. എന്ത് പറയണം? ഓൾറെഡി പറഞ്ഞു. കേക്കത്തില്ല, ഉറക്കെ പറയണം. എന്ത് പറയണം? എന്തേലും പറ. പറഞ്ഞു അത്ര മതിയോ? നോക്കുന്നേ നമ്മള്. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കണ്ടന്റ് കിട്ടില്ലെന്ന്. അതിന് പകരം വേറൊരു കണ്ടന്റ് ഉണ്ട് ഇവിടെ. അമുദാ മോൾ എന്താ ഇവിടെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? വീണ്ടും ഞാൻ വന്നു. അവിടെ പോയി ഇരിക്കടാ. എന്തെങ്കിലും മലയാളത്തിൽ. വൃത്തികെട്ട സ്ഥലം, അതിന്റെ അടുത്തൊരു വൃത്തികെട്ട സാധനവും. ഒന്നുകൂടെ പറഞ്ഞു. എന്താ എന്തൊരു കേട്ടില്ല. ലാസ്റ്റ് ശുഭദിനം പറയണേ. ശുഭദിനം. എന്ന ഫാഹിമ വെക്കം വരുത്. എന്താ അങ്ങോട്ട് വന്ന് അവര് മറ്റത് അപ്പുറം. അമ്മ ബാഗിൽ എന്തൊക്കെ ഉണ്ട്? എന്താ ബിരിയാണി ഇല്ല? അവരെ വെച്ച് കുറച്ചേരെ കളിക്കാം. അത് കൊണ്ടുവരണം. ഇല്ല, അവക്കപ്പൊ എന്താ കൊണ്ടുവരാ? അവള് വരുമെന്ന് നിനക്ക് അറിയത്തില്ലേ? അമുദാ മോൾ, സുക്കുബായ് ബിരിയാണിയാണോ? അമ്മു ഇപ്പൊ റിവ്യൂ പറയാം. സുക്കുബായ് ബിരിയാണിക്ക് എന്താ? അതെന്താ? അതിനെന്താ പ്രശ്നം? ഫാഹിം എന്ത് കഴിച്ചോ ബീഫ് ബിരിയാണി? നിങ്ങൾ കഴിക്കില്ലല്ലോ. സാപ്പിയപ്പോ അപ്പൊ നമുക്കും പോവാം കേട്ടോ. ആ സ്റ്റൈലായിട്ട് നടന്നതാ. എന്തിനാ ഇത്ര കേറി വരുന്ന അകത്തോട്ട്? ഇവനാണ് പറഞ്ഞത്, ഇവനാണ് എന്നെ കളിയാക്കി. കണ്ടാ എന്താ സാരു? എന്നിട്ട് പറ. മലയാളത്തിൽ വേണ്ട, തമിഴിൽ പറഞ്ഞത്. ഉള്ളിൽ വന്നു ഗൈസ്. ഞങ്ങൾക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഫോൺസ് ഒന്നും ഉള്ളിലല്ല, അവിടെ അല്ല. ഓക്കെ, ഓക്കെ. ഇവിടെയാണ് ഞങ്ങൾ ആക്ച്വലി. ഇവിടെ അല്ല, എപ്പോഴും ഫസ്റ്റ് ഫ്ലോറിലാണ് ക്ലാസ് എടുക്കാറുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ വന്നിരിക്കുന്നത്. ബാക്കിലൂടെ ആരെല്ലാം വന്ന ഇവിടെ ക്ലാസ് എടുക്കും. ഇവിടെ കുറേ നേരം ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് റെഡാർ റൂമൊക്കെ കൊണ്ടുപോയി കാണിക്കും. അങ്ങനെ ഒരു 12:30 വരെ. ഇന്ന് ആക്ച്വലി ഞങ്ങൾ ലേറ്റാണ്. 10 o'clock തുടങ്ങേണ്ട ക്ലാസ്സാണ്. എത്ര മണി? 10:41 ആയി. ഓക്കെ. சாரு, நீ மாத்திரம் தான் ஒற்றப்பட்டிருக்கிறேன். ஏன் தனிமையில் உட்காந்துருக்க? ஏன்டா எதுவும் பேச மாட்டேன்? அதான் do not
சூப்பர் கேஸ் ஏதாவது சொல்லுங்க, 2 காமெடி போடுங்க. என்னடா சொல்ற, கொஞ்சம் சத்தமா சொல்லுடா. இதுதான் கிராஸ் பிரீட் இல்லை அபி? அப்பா ஊர் எங்க சொல்ல மாட்டேன், என்னடா என்னமோ மாதிரி பார்க்குறேன், சொல்லு, எனக்கு தெரியாது. திருஷூரா? அல்ல, ஆமாம் அவன் அம்மா மலையாளி. அம்மா എങ്ക? ഇവിടെ ഇതിൻ്റെ ടെറസിൽ പോകുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് കാണാൻ പറ്റും. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. നമുക്ക് നോക്കട്ടെ. ഇപ്പോൾ ഫ്ലൈറ്റ് ഇനി കയറണോ? ഈശ്വരോ, ഇത് കുറേ ഉണ്ടല്ലോ, കുറേ നേരം കൊണ്ട് സ്റ്റെപ്പ് കയറുക. അവിടെ പോകണമെങ്കിൽ നമുക്ക് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അതായത് ഉള്ളിൽ എയർക്രാഫ്റ്റ് കിടക്കുന്നത് കാണാൻ പറ്റും. അയ്യോ അന്നെങ്കിൽ ഇവിടെ എനിക്ക് ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര വെയിലാണ് ഇവിടെ. നമ്മൾ മേളിൽ കയറി വന്നിട്ടുണ്ട്. അങ്ങോട്ട് പാൻ ചെയ്യും. കുറേ ഫ്ലൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇൻഡിഗോ ഉണ്ട്, എമിറേറ്റ്സിൻ്റെ ടേക്ക് ഓഫ് ആയിപ്പോൾ കാണാൻ പോകുന്നത്. അത് ശരിക്കും ടേക്ക് ഓഫ് ആവുമെന്ന് അറിയില്ല. അത് അങ്ങോട്ടൊക്കെ പോകുന്നത്, ഇങ്ങോട്ട് അറിയില്ല. എന്തായാലും ഞങ്ങൾ വന്ന ടൈമിൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കയറി വരുന്നുള്ളായിരുന്നു. ഇതിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ കുറേ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എടുക്കുന്നു. പക്ഷേ അത് ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ല വീഡിയോസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണാം അത് ടേക്ക് ഓഫ് അല്ല തോന്നുന്നു. അത് റൺവേയിലേക്ക് അല്ല പോകുന്നു. കണ്ടോ, ഭയങ്കര വെയിൽ ഗൈസ്. ഇപ്പോൾ കാണുന്നുണ്ടോ? Ready for the take-off. അത് കുറേ നേരം നമുക്ക് വീട്ടിൽ പോവാം. അതിന് ഇവിടുന്ന് അവിടെ വരാം. അവിടെ കാണിച്ചു, അവിടെ കാണിക്കും. അവിടുന്ന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വരെ വരാം. അവിടെ വരേക്കും പോകണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ടേക്ക് ഓഫ്. ഭയങ്കര വെയിൽ, നമുക്ക് വയ്യ പോവാം. ഒരെണ്ണം കണ്ടില്ലേ നമ്മള്, അത് മതി. വാ. இவங்க தான் அப்படியே ஏர் டிராஃபிக் கண்ட்ரோலர் சொல்லிட்டு போகிறாங்க. ഞാൻ വീണ്ടും കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ ഇതിനെന്താണോ പറയുന്നത്, ഹാറ്റ് ആയിരിക്കും, ക്യാപ്പോ എന്തോ ഇട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഞങ്ങൾ സാധാരണ ബസ്സിലായിരുന്നു വരാറ്. ബസ്സിൽ കയറി താമരത്തിറങ്ങി ട്രെയിൻ കയറിയാണ് വരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഭയങ്കര ലേറ്റായി. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന്. അവൾ വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നേരം നിന്ന്. അവൾ വന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ബൈക്കിൽ തന്നെ വന്നു. ഇന്ന് തിരിച്ച് ബൈക്കിലാണ് പോകാൻ പോകുന്നത്. ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഇന്ന് ബൈക്കിൽ വന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് വെയിറ്റ് ചെയ്ത് വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റി. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. നിങ്ങൾ ഫ്ലൈറ്റ്സിൽ കയറിയിട്ടുണ്ടോ? ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഒരു വട്ടി പോലും ഒരു പ്രാവശ്യം പോലും കയറിയിട്ടേ ഇല്ല ഗൈസ്. ഞാനും കയറും ഒരു ദിവസം. ഓക്കെ, അപ്പോൾ ബാക്കി പോകുന്ന വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കാം. ഇല്ലെങ്കിൽ ഇതോടെ കൂടെ ഇതിന് തിരശ്ശീല വീഴുകയാണ്. ബൈ.